ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് എന്റെ പുറകിൽ കാണുന്നത് പോലെയുള്ള ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഈ ഫോട്ടോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ നമ്മുടെ ഐഫോൺ മോഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും എങ്ങനെ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ ഈ ഒരു ആപ്പ്, അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ഈസിയായി ഏതൊരു സാധാരണക്കാരും ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി കൂട്ടുകാർ 2 ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. 2 ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളും അടങ്ങുന്ന ഒരു PDF ഫയലും ഞാൻ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അടിപൊളിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ഒരു കാരിക്കേച്ചർ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. കാരണം ഇത് ഒരുപാട് ആളുകൾ ഇന്ന് ചോദിച്ചതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ നമ്മുടെ ഫിറോസ് ദാദു ഐഫോൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അടിയിൽ ഏതെങ്കിലും ഫോട്ടോ ഇടാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഫേസ്ബുക്കിൽ പേജിന്റെ താഴെ നിങ്ങൾ കമന്റ് ആയി ചെയ്യുക നിങ്ങൾ ചെയ്ത ആ കാരിക്കേച്ചർ ഫോട്ടോ. അത് ഏറ്റവും കൂടുതൽ ഏത് ഫോട്ടോത്തിനാണോ ലൈക്ക് കിട്ടുന്നത് ആ ഫോട്ടോ നമുക്ക് ആരാന്ന് നോക്കാം. അതിൽ നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കാം. എന്തായാലും ആ വിജയിയെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് അനൗൺസ് ചെയ്ത് അവരുടെ ഫോട്ടോ സഹിതം നമ്മളൊരു ഫോട്ടോ എഡിറ്റിംഗിലൂടെ അവരെ അറിയിച്ചു ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്ന് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾ കാണുന്നെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ ബാക്കിലുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള ഫോട്ടോ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോ മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എങ്ങനെയാണ് ആ ട്രെൻഡിങ് ആയി കിടക്കുന്ന ആ ഒരു ഫോട്ടോ എഡിറ്റിംഗ് നമ്മുടെ മൊബൈൽ വളരെ സിമ്പിളായി ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. 2 ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യേണ്ട ഫോട്ടോസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു കാർട്ടൂണായിട്ട് നമുക്കൊരു മനുഷ്യൻ്റെ ഉടൽ വേണം. ആ ഉടൽ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ആ ഫോട്ടോയുടെ ടെംപ്ലേറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ ഒരുപാട് വലിയൊരു വിഷയമാണ് തോന്നിപ്പോകും, പക്ഷേ സിമ്പിളാണ്. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലിങ്ക് ആയിരിക്കും വീഡിയോക്ക് മുകളിൽ ഉണ്ടാകുക. അതായത് ആ ലിങ്കിനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് കിട്ടും, 2ാമത്തെ ആപ്പ് കിട്ടും, 3ാമത്തെ ലിങ്കായിട്ട് ഈ സാധനം കാണും. അത് ഒരു ലിങ്ക് മുകളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം വഴി ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇവിടെ ലോഡായി വരുന്നതിന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. ഞാൻ ചെയ്ത അതേ രീതിയിൽ ഒന്ന് കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ആ ഫോട്ടോയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ, അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയി വരുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉണ്ടോ, ഇവിടെ ഡീറ്റെയിൽസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഫോട്ടോ വേണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്കിൻ്റെ മേലെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഫോട്ടോസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസ് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഫോട്ടോസ് കൂടി ഞാൻ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, 2 ഫോട്ടോസ് ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കാം. പക്ഷേ ഞാൻ എൻ്റെ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ആളുടെ ഫോട്ടോ വേണ്ടേ. അപ്പോൾ ആളുടെ ഫോട്ടോ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 3 ആളുകളുടെ ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ കൂടുതലായിട്ട് ഇത് താഴത്തേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഉണ്ടാവും, അത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇവിടെ ഒന്നുകൂടി ഞാൻ തൽക്കാലം ഈ ഒരു ചുവന്ന ടീഷർട്ട് ഉള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി വരുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ ഈ ലിങ്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വെച്ചിട്ടുള്ള ഫോട്ടോസുകളാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അതൊക്കെ നമുക്ക് ആ ലിങ്കിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഞാൻ ഓരോന്ന് കാണിക്കാണ്ടോ ഈ ഒരു രീതിയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആണോ ഈ രീതിയിലുള്ളത്. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ ലിങ്കിനുള്ളിൽ ചേർത്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഈ ഫോട്ടോസ് അങ്ങനെ ഒട്ടനവധി ഫോട്ടോസുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ആ ഫോട്ടോയുടെ തല മാറ്റേണ്ട ആപ്പാണ്. അപ്പോൾ ആ തല മാറ്റേണ്ട ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാം നിങ്ങൾ അലോ കൊടുത്ത് മുന്നോട്ട് പോവുക. അലോ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗാലറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളത് അത് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സിമ്പിളാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഭവമായി തോന്നും, പക്ഷേ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ തൽക്കാലം കുറച്ച് ഫോട്ടോസ് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഫേസ്ബുക്കിൽ നിന്ന് ഫോൾഡറിൽ കയറി ഞാൻ ഇതിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അത്യാവശ്യം തല നല്ല രീതിയിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കണം, പ്രത്യേകം ഓർമ്മപ്പെടുന്നു. ഞാൻ സുശാന്ത് നിലമ്പൂർ നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഫോട്ടോയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുവരെ അനലൈസ് ആവും. ഈ ആപ്പ് ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആപ്പ് പരിചയപ്പെടുത്തിയ സമയത്ത് ഇതിൽ വേറെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും. ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം വരും. ആ പരസ്യം നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെയും സുശാന്ത് നിലമ്പൂരിൻ്റെയും കാരിക്കേച്ചർ ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു, കാർട്ടൂൺ ഫോട്ടോ. ഓക്കെ, ഇവിടെ ഒന്നുകൂടി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ ആപ്പിനുള്ളിലും പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്പാണ്. ഇത് പൈസ കൊടുക്കണം. നമുക്ക് ബാക്ക് അടിക്കാം. ആ ആപ്പിനുള്ളിൽ അതുപോലുള്ള പ്രത്യേകതകളുണ്ട്. വളരെ സിമ്പിളാണ് കണ്ടോ. ഈ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ആപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ഒരു കാണുന്ന ഭാഗത്തുള്ള ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഫോട്ടോയുടെ മുകളിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇത് 2 പേരെ വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ ആളെങ്ങനെ മായ്ച്ച് കൊടുക്കണമെങ്കിൽ ആളെ മായ്ച്ച് കൊടുക്കാം. ഓക്കെ, രണ്ടെണ്ണം വേണ്ടെങ്കിൽ മാത്രം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം. ഇവിടെ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യുക. താഴെ സേവ് എന്നുള്ള ബട്ടൺ, അതിന് മേലെ സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് അത് സേവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനും സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാൻ ചോദിക്കും. നമുക്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട. ഏറ്റവും മുകളിൽ കാണുന്ന സ്കിപ്പ് എന്നുള്ള ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണും ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട ഫോട്ടോ, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പരസ്യം റണ്ണാവും. ആ പരസ്യം കണ്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോനുള്ളിലേക്കാണ് നമുക്ക് ആ ഒരു തലയും ആ ഉടലും നമുക്ക് കയറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സൈഡിലേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുന്ന സമയത്ത് ആഡ് ഫോട്ടോ എന്ന് കാണുന്നത് ഇവിടെ ഒരു ആഡ് ഫോട്ടോ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമ്മുടെ ഉടൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഉടൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ കാണുന്ന ഉടൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ആണിത്. ഓക്കെ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ആഡ് എന്നുള്ള ഭാഗത്തൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉടലിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൂടി വലുതാക്കി കൊടുക്കാം. കറക്റ്റ് ആ ഒരു പോയിൻറ്റിനുള്ളിലേക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്ക് അങ്ങ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നതിന് ശേഷം ടിക്ക് മാർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും താഴെ കാണുന്ന ആഡ് ഫോട്ടോ എന്നുള്ള ഭാഗത്തിന് വീണ്ടും കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ തല, ആ മറ്റേ ആപ്പിൽ നിന്നും ഉണ്ടാക്കിയ തല ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ആഡ് എന്നുള്ള ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തല ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, തല നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ എറൈസ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. എറൈസ് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ തല മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ മായ്ച്ചു കൊടുക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ കളറ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മഞ്ഞ കേട്ടോ, അത് നമ്മൾ ഇതുപോലെ കറക്റ്റ് മായ്ച്ചു കൊടുക്കുക. ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവിടെ നമ്മൾ പഴയ ഫോട്ടോത്തിന് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കറക്റ്റ് നിങ്ങൾ മായ്ച്ചു കൊടുക്കുക. ജസ്റ്റ് കൈവര കൊണ്ട് നിങ്ങൾ വലിച്ചാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ നമുക്ക് താഴെ ഒരുപാട് ടൂൾസുകൾ ആയിരിക്കും. നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒപ്പാസിറ്റി, അതുപോലെ തന്നെ ആൻഡ്രിസ്റ്റ്, ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ കൈവര കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അതിന് മേലെ കൂടെ ഇങ്ങനെ മായ്ച്ചു കൊടുക്കണ്ടോ. കുറച്ച് ഭാഗം പോയിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാണിച്ചു തരില്ല. നിങ്ങൾ സമയമെടുത്ത് ചെയ്യണം. കുറച്ച് സിമ്പിളാണ്. ഇങ്ങനെ കാണുന്നതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒന്നുകൂടി എറൈസ് എന്നുള്ള ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതാക്കി കൊടുക്കാം. ചെറുതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കോളർ കാണുന്നുണ്ട്. ഈ കോളർ കൂടി ഒന്ന് മായ്ച്ചാം. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേലെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ആ തല എത്തിക്കഴിഞ്ഞു. ഇനി ആ തല കറക്റ്റ് വന്ന് എടുക്കുക. കണ്ടില്ലേ,
ഇത്ര പണിയുള്ളൂ. ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റോ കാര്യങ്ങളോ എഴുതണമെങ്കിൽ നമുക്ക് എഴുതിട്ടോ. താഴെ കാണുന്ന ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ധാതു ടൈപ്പ് ചെയ്യുക, അവിടെ ആഡ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളൊക്കെ ഉണ്ട്. ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ കളറുണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി നമുക്ക് ഇതിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി വേറെയും പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നുവെച്ചാൽ ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് അത് വാട്സപ്പിലേക്ക് എവിടേക്കാണ് ഷെയർ ചെയ്യണത് അത് നിങ്ങൾ ഇതുപോലെ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുന്ന സമയത്ത് ഒരു പരസ്യം വരും. പരസ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഗാലറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഇനി ഞാൻ എൻ്റെ വീഡിയോൻ്റെ പുറകിൽ കണ്ടില്ല നിങ്ങൾ ഈ ഒരു കാണുന്ന രീതി, അതായത് ഞാൻ ഒരു 3-4 ആൾക്കാർ നിൽക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഫോട്ടോ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറി ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒട്ടനവധി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക് അടിച്ച ശേഷം ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ തരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗാലറി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ റീസെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാലറി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നുകൊണ്ട് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനേക്കാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫോട്ടോ ആയിരുന്നു നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത്. ഓക്കെ, ആ ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആഡ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ് ഇതിൽ നിന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇതൊക്കെ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. അപ്പോൾ ആ ടെംപ്ലേറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആ തല, അതായത് നേരത്തെ ഞാൻ സുശാന്ത് നിൽക്കുന്ന അതുപോലത്തെ തലനെ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്, നേരത്തെ നിങ്ങൾ കാണിച്ചതുപോലെ ഉണ്ടാക്കി വെച്ചതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന മായ്ക്കട ബോർ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. മായ്ച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കറക്റ്റായിട്ട് മായ്ച്ചു കൊടുക്കണം. അവിടെയും ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ ഇടയിൽ കാണുന്ന വെള്ളമൊന്നും അതിൽ കുടുങ്ങൂല, നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും ഇങ്ങനെ ഒന്നും മായ്ച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ മായ്ച്ചു കൊടുത്തിട്ടുണ്ട്, ഏകദേശമൊക്കെ ആയിട്ടുണ്ട് വിചാരിക്കണം. ചെവിയുടെ ഇവിടെ കുറച്ചുണ്ടല്ലേ. ഓക്കെ, എന്നുവെച്ചാൽ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ആ തല അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി തല ചെറുതാക്കിയതിന് ശേഷം ഈ ഉടലിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇവിടെ ഒന്നായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു അറബിയുടെ ഫോട്ടോ എടുക്കാം. ഓക്കെ, ആഡ് കൊടുത്തു. നമുക്ക് ഈ അറബിയുടെ തലേൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ആഡ് ഫോട്ടോ എടുത്തു. നമുക്ക് ആ തല അതിനുള്ളിലേക്ക് കയറണ്ടേ. അപ്പോൾ നമുക്ക് സുശാന്ത് നിലമ്പൂരിനെ എനിക്ക് തല നമുക്ക് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ സുശാന്ത് നിലമ്പൂരിനെ നമുക്ക് അതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് മൈക്ക് ഡബർ എടുക്കുക. ഞാൻ എന്നെ അവിടെ നിന്ന് മായ്ച്ച് കളയുന്നു. ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ആരോ മാർക്കില്ലേ, ഈ കാണുന്ന ആരോ മാർക്ക്, അതിന് മേലെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മൊത്തം വീണ്ടും പഴയ പോലെ തന്നെ വരും. അതിനുശേഷം വീണ്ടും അത് മായ്ച്ചു കൊടുത്താൽ കേട്ടോ. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ,
കണ്ടില്ലേ? ഇപ്പം ഞാനും സുശാന്ത് നിലമ്പൂർ നിൽക്കുന്ന ഫോട്ടോ ആയി. ഇനി നമുക്ക് അടുത്ത ആളെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്ത ആളെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റുകൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് ഈ ടെംപ്ലേറ്റ് എടുക്കാം. ഓക്കെ, ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറൊരാളും കൂടെ ചേർക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നുണ്ട്. ആരൊക്കെ ഇതിപ്പോൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് മറ്റൊരാൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഈ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അതിലും അതുപോലെ തന്നെ മൈക്ക് ഡബർ എടുക്കുക. ആവശ്യമില്ലാത്ത വാക്ക് അതേപോലെ മായ്ച്ചു കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ തലയിലെത്തി ആ തലയും കറക്റ്റ് അതിനുള്ളിലേക്ക് കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ തലയായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങൾ എഴുതണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റും കാര്യങ്ങളും എഴുതാം. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.